നമസ്കാരം, ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇടവക്കൂറുകാരുടെ 2024 ജൂൺ 1 മുതൽ ജൂൺ 30 വരെ ഉള്ള മാസഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ആദ്യമായി ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതിയെപ്പറ്റി സംസാരിക്കാം. ജൂൺ 1 ചൊവ്വ തൻ്റെ മൂലത്രികോണ ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് രുചക മഹായോഗത്തോടുകൂടി സഞ്ചരിക്കുന്നു. ജൂലൈ 12 വരെ ചൊവ്വയുടെ സ്ഥിതി അവിടെയായിരിക്കും. എന്നാൽ ഗുരുവും മാളവ്യ യോഗത്തോടു കൂടി നിൽക്കുന്ന ശുക്രനും പത്രയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധനും നിപുണ യോഗത്തോടു കൂടി നിൽക്കുന്ന രവിയും ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ശശമഹായോഗത്തോടു കൂടി ശനിയും തൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുകൂടി നോക്കാം. ശുക്രൻ ജൂൺ 12-നും ബുധൻ ജൂൺ 14-നും രവി ജൂൺ 15-നും ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇനി ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് മൗഢ്യാവസ്ഥയെന്ന് നോക്കാം. ഗുരുവും ശുക്രനും മൗഢ്യാവസ്ഥയിലാണ്. ജൂൺ 6-ന് ഗുരുവും ജൂൺ 29-ന് ശുക്രനും മൗഢ്യാവസ്ഥയിൽ നിന്ന് മുക്തരാകും. ശനി ജൂൺ 30-ന് വക്രാവസ്ഥയിലേക്ക് പോകുന്നു. നവംബർ 15 വരെ ശനി ഈ അവസ്ഥയിലായിരിക്കും. അങ്ങനെ ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരവും അവസ്ഥകളും ഇങ്ങനെയാണ്. ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഫലം പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് പൊതുവായ ഒരു ഫലമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരങ്ങളും ഗോചരഫലവും കൂടി ചേർത്ത ഫലം പറഞ്ഞാൽ മാത്രമേ പൂർണ്ണത കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരേ നക്ഷത്രക്കാർക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മേൽപ്പറഞ്ഞ രാജയോഗങ്ങൾ ഈ നക്ഷത്രങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇടവക്കൂറുകാരുടെ ജന്മത്തിലാണ് ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത്. രവി ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരാനും മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാനും സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കായി ധാരാളം യാത്രകൾ വേണ്ടിവരും. യാത്രകൾ സൂക്ഷിക്കണം. യാത്രകൾ സുഖകരമാക്കാൻ ശ്രമിക്കുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകും. ഉദരരോഗം ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഗുരു അഷ്ടമാധിപനാണ്. ഡയബറ്റിക് ഉള്ളവർ ശ്രദ്ധിക്കണം. 7-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നതുകൊണ്ട് പങ്കാളിയുടെ ആരോഗ്യവും സൂക്ഷിക്കേണ്ടതാണ്. മറ്റു വലിയ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതകളില്ല. അങ്ങനെ ഇടവക്കൂറുകാർക്ക് ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം. ഭാഗ്യാധിപനും കർമാധിപനുമായ ചൊവ്വ കർമ്മസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നു. കൂടാതെ ഗുരു കർമ്മഭാവത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. തൊഴിൽ ചെയ്യുന്നവർക്ക് അത് എന്ത് ജോലിയായാലും ശരി ഒരു മഹാഭാഗ്യ സമയമാണ്. ഇത് ആഗ്രഹിക്കുന്ന ജോലി കിട്ടാനും ജോലിയിൽ സ്ഥിരതയുണ്ടാകാനും സഹായിക്കുന്നു. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉയർന്ന പദവികളും താമസ സൗകര്യങ്ങളും ലഭിക്കും. കർമാധിപനായ ശനി 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വിപരീത രാജയോഗത്തോടു കൂടി നിൽക്കുന്ന ചൊവ്വ തൻ്റെ ഫലദാനശേഷി കൂട്ടുന്നു. ശനിയുടെ 12-ലേക്കുള്ള ദൃഷ്ടി വിദേശത്തുള്ളവർക്ക് ജോലിയിൽ നല്ല അവസരമുണ്ടാക്കുന്നു. താൽക്കാലിക ജോലിയിലിരുന്നവർക്ക് പെർമനൻ്റ് ജോലിയാകും. ഗുരുവിൻ്റെ 10-ലേക്കുള്ള ദൃഷ്ടി ആഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ സാധ്യത കാണിക്കുന്നു. കൂടാതെ 7-ലേക്കുള്ള ഗുരു, ശുക്രൻ, ബുധൻ, രവി എന്നിവരുടെ ദൃഷ്ടിയും 7-ാം ഭാവാധിപനായ ചൊവ്വയുടെ 12-ലെ സ്ഥിതിയും വിദേശത്തുള്ള ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ 7-ലേക്കുള്ള രവിയുടെ ദൃഷ്ടി കൂട്ടുകച്ചവടത്തിൽ ചതി പറ്റാതെ സൂക്ഷിക്കണം. ഇനി വിദ്യാഭ്യാസത്തെ പറ്റി പറയാം. കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയെന്ന് നോക്കാം. 2-ഉം 5-ഉം ഭാവാധിപനായ ബുധൻ രവിയുമായി ചേർന്ന് നിപുണ യോഗം നിർമ്മിച്ച് ജന്മത്തിൽ നിൽക്കുന്നു. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ല ഫലം കൊടുക്കുന്നു. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധനും രവിയും മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബുധൻ്റെ ക്ഷേത്രമാണല്ലോ മിഥുനം. അവിടെ ബുധന് കൂടുതൽ ബലം കിട്ടും. ഇത് കുട്ടികൾക്ക് ഉന്നത വിജയം നൽകുന്നു. 12-ലെ കുജൻ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനും അവിടെ പഠിക്കുന്നവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനുമുള്ള കഴിവ് നൽകുന്നു. പക്ഷേ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കായി നല്ല പണച്ചിലവുണ്ടാകും.
ഈ സമയത്ത് ധനാധിപനായ ബുധൻ മാസത്തിൻ്റെ 2ാം പകുതിയിൽ ധനസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ധനവരവ് കൂടും. ഇത് ഉപകാരപ്രദമായിരിക്കും. ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ഔഢ്യവും 7ാം ഭാവാധിപൻ്റെ 12ൽ സ്ഥിതിയും കാരണം ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. വിവാഹ ആലോചനകൾക്ക് തടസ്സം സംഭവിക്കാനും ഇടയുണ്ട്. പ്രണയകാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലം കിട്ടുകയുമില്ല. ധനസ്ഥാനാധിപനായ ബുധൻ ധനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ 12ൽ നിൽക്കുന്ന ബുധൻ ധനം വ്യയം ചെയ്യാൻ സാധ്യത ആയതിനാൽ സമ്പാദ്യം സൂക്ഷിക്കാൻ ശ്രമിക്കണം. പൊതുവെ ഇടവക്കൂറുകാർക്ക് ജൂൺ മാസം അനുകൂലമാണ്. ഇനി അടുത്ത വീഡിയോയുമായി വരാം. സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.